നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമാകാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറയുന്ന ആക്ഷേപങ്ങളെല്ലാം സഭയിൽ ഇന്ന് എത്തും. അതിൽ അടിയന്തര പ്രമേയമായി ഈ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട നികുതി പ്രശ്നം, അതിന്റെ മറവിലെ അഴിമതി ആരോപണം, ഇതൊക്കെ ഇന്ന് അടിയന്തര പ്രമേയമായി സഭയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കാം എന്തൊക്കെയാണ് ഇന്ന് സഭാ തലത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. കമലേഷ് തന്നെയാണ് നമ്മളോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുക. നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് കമലേഷ് ഉണ്ട്. കമലേഷ്, ഇന്ന് അടിയന്തര പ്രമേയമായി ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമാണോ, അതിന്റെ മറവിലെ അഴിമതിക്കുള്ള സാധ്യതകളാണോ ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയമായി എത്താൻ പോകുന്നത്? മനു, തീർച്ചയായും കഴിഞ്ഞ ദിവസം ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധിയും പ്രശ്നങ്ങളുമാണ് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചതെങ്കിൽ ഈ ദിവസം, അതായത് ഈ UDFിൻ്റെ പുതുക്കിയ ബജറ്റിൻ്റെ പൊതുചർച്ചയാണ് ഇന്നലെയും ഇന്നുമൊക്കെയായി പുരോഗമിക്കുന്നത്. ഇന്ന് രണ്ടാം ദിനമാണ്. ഈ രണ്ടാം ദിനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി പ്രതിപക്ഷം കൊണ്ടുവരുന്നത് ഈ UDF സർക്കാരിൻ്റെ പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് വലിയ നിലയിൽ നികുതി ഇളവ് നൽകി അതിൻ്റെ ലഭ്യത വളരെ വലിയ നിലയിൽ, വിപുലമായ നിലയിൽ ആളുകൾക്കത് ലഭിക്കുന്ന നിലയിലേക്ക്, വില കുറഞ്ഞ നിലയിൽ മദ്യം ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളാണ് നിലവിൽ ഈ ബജറ്റിൽ ഉൾപ്പെടെ UDF സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. അത് വലിയ പ്രതിഷേധത്തിന്, സംസ്ഥാനത്താകെ വലിയ പ്രതിഷേധത്തിന് അത് തിരികൊളുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ട ആ ദിവസം തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. നിലവിൽ കോമൺ ആയിട്ടുള്ള നികുതിയേക്കാൾ കുറഞ്ഞ നികുതിയാണ് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് ശീതളപാനീയം കുടിക്കുന്നത് പോലെ ആളുകൾക്ക് അത് വാങ്ങി കഴിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഒരുങ്ങുന്നത്. അല്ലെങ്കിൽ വലിയ മദ്യ ലോബികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത് എന്ന ഒരു വിമർശനം വ്യാപകമായി ഉയരുകയും ചെയ്യുന്നു. ഈ വിഷയം തന്നെയാണ് ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. മുൻ ധനമന്ത്രി കൂടിയായിട്ടുള്ള KN ബാലഗോപാൽ ആയിരിക്കും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി നോട്ടീസ് അവതരിപ്പിക്കുക എന്നുള്ളതുകൂടി ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയം, അതായത് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയം വളരെ വലിയ ചർച്ചകൾക്ക് തന്നെയാണ് സംസ്ഥാനത്ത് തിരികൊളുത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുക, അല്ലെങ്കിൽ അത് വാങ്ങാനുള്ള ആളുകളുടെ ശേഷി കുറയ്ക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ സർക്കാരുകളെല്ലാം തന്നെ സ്വീകരിച്ചു പോന്നിരുന്ന ഒരു നയം. അതുകൊണ്ട് തന്നെയാണ് 250% ഉൾപ്പെടെ നികുതി മദ്യത്തിന് ഏർപ്പെടുത്തുന്നത്. നിലവിൽ ഈ 20% ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യത്തിൻ്റെ നികുതി 250 നേരത്തെ ഉണ്ടായിരുന്നു. 20% താഴെയുള്ള ഇത്തരം ആൽക്കഹോളുകൾക്ക്, അല്ലെങ്കിൽ ഇത്തരം മദ്യത്തിന് അത് നേരെ പകുതിയാക്കി അതിൻ്റെ നികുതി കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ നികുതി ഇടിവ് എന്ന് പറയുന്നത് അതിൻ്റെ വിലയിൽ വലിയ ഇടിവുണ്ടാക്കും, വലിയ കുറവുണ്ടാക്കും. അതുകൊണ്ട് ആളുകൾക്ക് കൂടുതൽ മദ്യം, ഈ വീര്യം കുറഞ്ഞ മദ്യം കൂടുതൽ വാങ്ങി കഴിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും എന്നുള്ളതാണ് നിലവിൽ ഉയരുന്ന പ്രശ്നം. ഏതായാലും ആ വിഷയം ഇന്ന് അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്. ഡയറക്റ്റ് ചോദ്യമാണ് പ്രതിപക്ഷം ഭരണപക്ഷത്തോട് ചോദിച്ചിരിക്കുന്നത്. അത് MP രാജേഷ്, മുൻ എക്സൈസ് മന്ത്രി, അത് നേരിട്ട് പൊതുസമൂഹത്തിന് മുൻപിൽ അത് മാധ്യമങ്ങളിലൂടെ സർക്കാരിനോട് ആ ചോദ്യം ഉന്നയിക്കുകയായിരുന്നു, മുഖ്യമന്ത്രിയോട് നേരിട്ട് ഉന്നയിക്കുകയായിരുന്നു. ഇതുവരെ അതിലൊരു മറുപടി പറയാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ആ വിഷയത്തിൽ നമ്മളെ ബോധ്യപ്പെടുന്ന തരത്തിൽ ഒരു മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് മാത്രമല്ല, സർക്കാരിനുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾ വരുന്നു. M ലിജു, എക്സൈസ് വകുപ്പ് മന്ത്രി, നേരിട്ട് മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചു. KC വേണുഗോപാൽ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുന്നു. ചെന്നിത്തലയ്ക്ക് അതൃപ്തിയുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ പ്രതിസന്ധി UDFിനുള്ളിലും കോൺഗ്രസിലും രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് അടിയന്തര പ്രമേയമായി ഈ വിഷയം എത്തുമ്പോൾ അത് കൂടുതൽ പ്രതിരോധത്തിലേക്ക് സർക്കാരിനെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ കൊണ്ടുപോകില്ലേ? മനു, തീർച്ചയായും ഇതൊരു മദ്യത്തിൻ്റെ മാത്രം പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി ഉയർന്നു വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾക്ക് തന്നെ ഇതിനകത്ത് വലിയ അതൃപ്തിയുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മറനീക്കി പുറത്തു വരികയും ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. നേരത്തെ VM സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രിക്ക് കത്തെഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇത് ജനങ്ങളോടുള്ള വഞ്ചനയാണ് എന്ന് തുറന്നെഴുതുകയാണ് VM സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകൾ. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ ഉൾപ്പെടെ അതിൻ്റെ പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളുടെ ലംഘനമാണിത് എന്നുള്ളത് കൂടി VM സുധീരൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ വളരെ തുറന്ന് എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ എക്സൈസ് വകുപ്പ് മന്ത്രിയെ ഉൾപ്പെടെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു തീരുമാനം കൈക്കൊള്ളുന്നത് എന്ന വിമർശനം കൂടി വ്യാപകമായി ഉയരുന്നു. KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചത് ഇത്തരം നയപരമായ തീരുമാനങ്ങൾ പാർട്ടിക്കുള്ളിൽ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രിക്ക് ഏകപക്ഷീയമായി ഇത്തരം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന സൂചന
സൂചന കൂടിയാണ് കെ.സി. വേണുഗോപാൽ നൽകിയിട്ടുള്ളത്. ആ നിലയിൽ ഭരണപക്ഷത്ത് തന്നെ വലിയ വിമർശനം അങ്ങനെയാണെങ്കിൽ ഇത് എതിർപ്പുണ്ടായാൽ ഈ പ്രശ്നം മാറ്റിവെക്കേണ്ടി വരും എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടല്ലേ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇത് ഒരു വകുപ്പിനെയോ അവരുടെ പാർട്ടിയെയോ അവരുടെ മുന്നണിയോ അറിയിക്കാതെ നേരിട്ട് തീരുമാനമെടുത്ത് ബജറ്റിൽ അവതരിപ്പിച്ചത്? മനു, സ്വാഭാവികമായും ആ നിലയിൽ തന്നെ വേണം സംശയിക്കാൻ. നേരത്തെ തന്നെ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് UDF സർക്കാരുകൾക്ക്, ഇതിനു മുൻപുണ്ടായിരുന്ന A.K. ആന്റണി ഉൾപ്പെടെയുള്ള സർക്കാരുകൾക്ക് കൈ പൊള്ളിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം പലതരത്തിൽ ഈ മദ്യനയം അവർക്ക് വളരെ ദോഷകരമായി വരുന്നൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഓരോ വകുപ്പുകളോടും, അതായത് അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകളോടെങ്കിലും വളരെ കൃത്യമായി കൂടിയാലോചിച്ച് പാർട്ടിയുമായി കൂടിയാലോചിച്ച് ഉൾപ്പെടെയാണ് നയപരമായ ഒരു തീരുമാനം ഈ മദ്യ നയവുമായി ബന്ധപ്പെട്ട് UDF കൈക്കൊള്ളേണ്ടത് അല്ലെങ്കിൽ സർക്കാർ കൈക്കൊള്ളേണ്ടത് എന്നതാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ അത്തരമൊരു കൂടിയാലോചന ഇല്ലാതെ ഏകപക്ഷീയമായ നിലയിൽ മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്നു എന്ന നിലയിലേക്കുള്ള വിമർശനം വി ഡി സതീശനെതിരെയും ഉയർന്നു വരുന്നുണ്ട്. സ്വാഭാവികമായും അതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർന്നു വരുന്നൊരു സാഹചര്യവുമുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇതേ വിഷയം, ഇത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് എന്നുള്ളത്. അത് മാത്രമല്ല, ഇതിൽ പലതരത്തിലുള്ള ഒരു കാര്യമുണ്ട്. അതായത് വി ഡി സതീശൻ തന്നെ ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നു. അതോടൊപ്പം പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നു. ആ ഘട്ടത്തിൽ ഉൾപ്പെടെ അവർ പറയുന്നത്, അല്ലെങ്കിൽ വി ഡി സതീശൻ പരോക്ഷമായി പറഞ്ഞത്, പുരുഷന്മാർക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ നൽകിക്കഴിഞ്ഞാൽ ആ തുകയൊക്കെ അവർ മദ്യപിച്ച് ചെലവാക്കുമെന്നുള്ളതാണ്. അതായത് അതാണ് അവരുടെ മദ്യ നയമെങ്കിൽ എന്തുകൊണ്ട് കൂടുതൽ മദ്യം ആളുകൾക്ക് വാങ്ങിക്കുടിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഈ മദ്യനയത്തിൽ ഒരു വെള്ളം ചേർക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത്, ആ ഒരു ഇരട്ടത്താപ്പ് കൂടി ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു, വിവിധ രാഷ്ട്രീയ കക്ഷികൾ ചൂണ്ടിക്കാട്ടുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയം ഇന്ന് സഭയെ വീണ്ടും പ്രക്ഷുബ്ധമാക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന് അടിയന്തര പ്രമേയമായി വീണ്ടും സഭയിൽ എത്തുകയാണ്. സഭാംഗണം ഇന്ന് വീണ്ടും കലുഷിതമാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. മനു.